ഈ കല്ലറ ഏറ്റവും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കറിയാമല്ലോ. ദൈവദൂഷണവും രാജനിന്ദയും നടത്തിയ ഒരാളുടെ കല്ലറയാണത്. ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ദേഹം എടുത്തുകൊണ്ടു പോയ ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. കാരണം ശതാധിപൻ യേശുവിൻ്റെ മരണസമയത്ത് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി അടുത്ത 3 ദിവസത്തേക്ക് ഇവിടെ കാവലിരിക്കണം. കൊറീനോസ്, മരിച്ച ഒരാളെ ഇവർ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിന്? സിയൂസ്, നീ ഇന്ന് ആദ്യമായിട്ടല്ലേ കാവലിന് വേണ്ടി ഈ നാട്ടിൽ വരുന്നത്? ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്രകാരം ചോദിക്കുകയില്ലായിരുന്നു. കാരണം ഈ പ്രമാണിമാരും ഇവരുടെ അനന്തര തലമുറകളും ഇദ്ദേഹത്തെ ഭയപ്പെടും. ഇദ്ദേഹം അത്രയ്ക്ക് വലിയ ആളായിരുന്നോ? അതേ സിയൂസ്, യഹൂദ നിയമത്തിലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമങ്ങളെ എല്ലാം മാറ്റി ശത്രുവിനെ സ്നേഹിക്കുക, തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക, അതും 7 70 പ്രാവശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനേകം രോഗികളെ അദ്ദേഹം സൗഖ്യപ്പെടുത്തി. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ അവർക്ക് കൊല്ലാൻ മനസ്സ് വന്നു? ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ പുറകെ സഞ്ചരിക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് യഹൂദന്മാർ അസൂയ മൂത്ത് ഇദ്ദേഹത്തോട് ഈ ക്രൂരത ചെയ്തത്. എന്നിട്ടും കുരിശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. സിയൂസ്, ആരോ അവിടെ പതിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ആരാണത്? ഞങ്ങളുടെ കുന്തത്തിന് പണിയുണ്ടാക്കണമെങ്കിൽ മുന്നോട്ട് വരൂ. ആരാണ് നിങ്ങൾ? ഞാൻ പത്രോസ്, ഇവൻ യോഹന്നാൻ. ഞങ്ങളുടെ ഗുരുവിനെയാണ് ഈ കല്ലറയിൽ അടക്കിയിരിക്കുന്നത്. ഞങ്ങൾ കല്ലറയുടെ സമീപത്ത് വന്ന് ഈ സുഗന്ധദ്രവ്യങ്ങൾ അവിടെ വെച്ചുകൊള്ളട്ടെ? സാധ്യമല്ല. കല്ലറ മുദ്ര വെച്ചിരിക്കുന്നതാണ്. അതിന് സമീപത്തേക്ക് ആർക്കും പ്രവേശനമില്ല. നിങ്ങളുടെ ഗുരുവായിട്ട് സംസ്കാര സമയത്ത് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. എന്താ, പേടിയായിരുന്നോ? അതെ, പേടി തന്നെയായിരുന്നു. മരണഭയം. അതുമൂലം എൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ നീച പാപിയാണ് ഞാൻ. ഇപ്പോൾ നിങ്ങളുടെ പേടി മാറിയോ? മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗുരു മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ കാര്യം? അദ്ദേഹം ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സത്യാത്മാവിനെ അയക്കും. അവൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കണ്ട, നിങ്ങൾക്ക് പോകാം. സിയൂസ്, ഈ രാത്രി കൂടി വെളുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാവൽ കഴിയും. ഞാൻ ഉണർന്നിരുന്നു കൊള്ളാം. നീ കുറച്ച് വിശ്രമിച്ചോളൂ. വേണ്ട, ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞു കിട്ടിയാൽ മതിയല്ലേ. സിയൂസ്, പ്രകൃതിക്ക് എന്തോ മാറ്റം വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നുന്നു. മരണം അവനെ തടഞ്ഞില്ല. കല്ലറ അവനെ പിടിച്ചുവെക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ ഉയിർത്തെഴുന്നേറ്റു. അവൻ സത്യമായും ഉയിർത്തെഴുന്നേറ്റു.
നിങ്ങൾക്ക് സമാധാനം.